ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നുവെന്ന് KSIDCയോട് ഹൈക്കോടതി. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്നും ഹൈക്കോടതി ചോദിച്ചു. CMRL ഷെയർ ഹോൾഡർ അല്ലേ എന്നും എന്നിട്ടും ഒന്നും അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. KSIDക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും അറിയില്ലെന്ന് CMRL വന്ന് കോടതിയിൽ പറയട്ടെ എന്നായിരുന്നു കോടതിയുടെ നിലപാട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കോടതിയിൽ നിന്ന്. ശ്രീകാന്ത്, വളരെ കടുത്ത പരാമർശമുണ്ടായി. KSIDC എന്ത് നിലപാട് ഇപ്പോൾ കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്? CMRL വന്ന് പറയട്ടെ, KSIDCക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ CMRLനെ കൂടി ഈ കേസിൽ കക്ഷി ചേർക്കാൻ ഇരിക്കുകയാണോ കോടതി? പരിശ്രമിക്കുന്നുണ്ട്. ഈ കേസിൽ തങ്ങളെ ഒഴിവാക്കി കിട്ടുന്നതിന് ഈ SFIO അന്വേഷണം CMRLും എക്സാലോജിക്കും തമ്മിലുള്ള പ്രശ്നമല്ലേ, എന്തിന് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടുന്നു, ഞങ്ങൾ ഈ കേസിൽ ഞങ്ങൾക്ക് എന്താണ് റോൾ, ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം ഇതിലെ കാര്യങ്ങളിൽ ഡയറക്റ്റ് ഇടപെടാറില്ല എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പോയി. തുടർന്നാണ് കോടതിയുടെ രൂക്ഷമായ ചോദ്യങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ഈ അന്വേഷണത്തെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങളെപ്പോലെ ഒരു സ്ഥാപനം അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC? നിങ്ങൾ CMRLിൽ ഷെയർ ഹോൾഡർ അല്ലേ എന്നും KSIDCയോട് കോടതി ചോദിച്ചു. എന്നിട്ടും നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാകും? ഇതായിരുന്നു കോടതിയുടെ ചോദ്യം. KSIDCക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും അറിയില്ലെന്ന് CMRL വന്ന് കോടതിയിൽ പറയട്ടെ എന്ന് കടുത്ത പരാമർശത്തിലേക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോകുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. സത്യം കണ്ടെത്താനാണ് ശ്രമമെന്ന് KSIDCയോട് ഹൈക്കോടതി പറഞ്ഞു. CMRL എക്സാലോജിക് കേസ് SFIO അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ലെന്നും തങ്ങൾക്ക് 49 കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നും തെളിവുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നും KSIDC ഒടുവിൽ നിലപാടെടുത്തു. തൽക്കാലം കേസ് മാർച്ച് 12ലേക്ക് മാറ്റി. ഈ കേസ് കേട്ട ആദ്യം മുതൽ അവസാനം വരെ ഒരു വേളയിൽ പോലും KSIDCക്ക് അനുകൂലമായ ഒരു പരാമർശവും ഉണ്ടായില്ല. അന്വേഷണത്തോട് സഹകരിച്ചേ തീരൂ KSIDC എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ശ്രീകാന്ത്, അതായത് KSIDC ഇപ്പോൾ അവരുടെ ഹർജിയിലെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണോ നമ്മൾ കരുതേണ്ടത്? അന്വേഷണമാവാം എന്ന് പറയുമ്പോൾ അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ച KSIDC തന്നെ ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണോ കരുതേണ്ടത്? അവരങ്ങനെ പിന്മാറുകയല്ല, അത് തന്ത്രപരമായ ഒരു പിന്മാകലാണ് എന്ന് പറയേണ്ടി വരും. കാരണം തെളിവുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ CMRLന്റെയും എക്സാലോജിക്കലും തമ്മിലുള്ള കേസ് അന്വേഷിക്കൂ. അതിൽ തെളിവുണ്ടെങ്കിൽ ഞങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിൽ പ്രയാസമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധമില്ലാത്ത കേസിൽ ഞങ്ങളെ എന്തിനാണ് ഇപ്പോൾ വലിച്ചിഴയ്ക്കാൻ നോക്കുന്നത്? ഇതാണ് ചോദ്യം. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ CMRL എക്സാലോജിക്കൽ ഇടപാടിൽ തെളിവ് കണ്ടെത്താൻ KSIDCക്ക് കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തെളിവ് കണ്ടെത്താൻ സാധിച്ചാൽ അന്വേഷണമാകാം എന്നാണ് ഈ നിലവിൽ ഇപ്പോൾ ഇവർ KSIDC പറഞ്ഞിരിക്കുന്നത്. അതായത് തൽക്കാലത്തേക്കെങ്കിലും SFIO KSIDC ആസ്ഥാനത്ത് കയറുന്നതും രേഖകൾ പിടിച്ചെടുക്കുന്നതും ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും തടയുക എന്ന തന്ത്രപരമായ പിൻവാങ്ങലാണ്. അല്ല ശ്രീകാന്ത്, അതിപ്പോൾ അത് അസാധ്യമല്ലേ? SFIOയ്ക്ക് ആദ്യം എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കേസ് അന്വേഷിക്കുക, അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ KSIDCയിൽ അന്വേഷണം, അങ്ങനെ ഒരു ഉപാധി വയ്ക്കാൻ കോടതിയിൽ എന്തായാലും KSIDCക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ഇത് മൂന്നും ചേർന്ന ഒരു ഇടപാടാകുമ്പോൾ ഒരേപോലെ അന്വേഷണം നടക്കണം എന്നതാണല്ലോ SFIOയുടെ സമീപനം. അപ്പോൾ അങ്ങനെ ഒരു ഉപാധി വെച്ച് കേന്ദ്ര ഏജൻസി മുന്നോട്ട് പോകുമോ അത് അംഗീകരിച്ച്? അതാണ് കോടതി തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ടായത്. നിങ്ങൾ ഈ CMRLിലെ ഷെയർ ഹോൾഡർ അല്ലേ, നിങ്ങൾക്ക് അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ അറിയില്ലെന്നാണോ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയെങ്കിൽ CMRL വന്ന് ഇവിടെ പറയട്ടെ നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അത് ഉൾക്കൊള്ളാം എന്ന രീതിയിൽ കോടതിക്ക് പറയേണ്ടി വന്നത്. ഈ വാദം KSIDC ഉന്നയിച്ചപ്പോഴാണ് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാരണവശാലും ഒരു ഒത്തുതീർപ്പ് ഫോർമുല KSIDC മുന്നോട്ട് വയ്ക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് കോടതി വഴങ്ങുമെന്ന് തോന്നുന്നില്ല. ചോദ്യങ്ങളുടെ മേൽ ചോദ്യങ്ങൾ കൊണ്ട് KSIDC പ്രതിരോധത്തിലാക്കുകയാണെന്ന് കോടതിയും ചെയ്തത്. തൽക്കാലത്തേക്ക് 12ലേക്ക് കേസ് മാറ്റിയെങ്കിലും ഈ അനുഭവ സമ്പത്തുള്ള അഭിഭാഷകൻ കൂടിയാണ് വൈദ്യനാഥൻ എന്നോർക്കണം. അദ്ദേഹം ഒരു തന്ത്രപരമായ പിൻവാങ്ങൽ നടത്താൻ നോക്കിയതാണ്. പക്ഷേ അത് കോടതി പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. 12ാം തീയതി കേസ് മാർച്ച് 12ന് വീണ്ടും പരിഗണിക്കും. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. KSIDCയോട് തുടർച്ചയായി കേരള ഹൈക്കോടതി ചോദിക്കുന്നു, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്കതിൽ ബന്ധമില്ലെങ്കിൽ
കേസ് SFIO അന്വേഷിച്ചു പോകട്ടെ, ഇന്നും അത് കോടതി ചോദിക്കുന്നു. തെളിവുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നൊരു തന്ത്രപരമായ പിന്മാറ്റം KSIDC ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ പുതിയ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ MLA. ഭൂപരിഷ്കരണ നിയമത്തിൽ ലാൻഡ് ബോർഡ് തള്ളിയ കമ്പനിയുടെ അപേക്ഷയിൽ CMRLന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വകുപ്പല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി നേരിട്ട് ഫയൽ വിളിച്ചു വരുത്തി ലീസിന് ജീവൻ നൽകിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. പരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ കമ്പനി സമർപ്പിച്ച അപേക്ഷയും ആയതിന്മേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സും, അതായത് ഞാനിവിടെ എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്നതല്ല. ദിസ് ഹാസ് ടു ബി ഡെൽറ്റ് ബൈ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ആരെങ്കിലും ഭൂപരിഷ്കരണ അല്ലെങ്കിൽ നിയമപ്രകാരം എക്സംഷൻ അപേക്ഷിച്ചാൽ അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ അത് പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള അവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടിങ്സ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അതേ മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. സലീം മാലിക് തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീമ, മാത്യു കുഴൽനാടൻ അറിയിച്ചിരുന്നത് മാസപ്പടി ആരോപണത്തിൽ രണ്ടാം ഘട്ടത്തിൽ പുറത്തുവിടാനുള്ള ചില തെളിവുകൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്? ചില രേഖകൾ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ അധികാരത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ഫയൽ വിളിച്ചു വരുത്തി കമ്പനികൾ CMRLനും അതിനനുബന്ധ സ്ഥാപനങ്ങൾക്കും ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകി എന്നതടക്കമുള്ള ചില ആരോപണങ്ങളാണല്ലോ. എന്തൊക്കെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്? എന്തായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചത്? വിജയകുമാർ, ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടത് അതിന്റെ മൂന്നാം ഘട്ട തെളിവ് പുറത്തുവിടൽ എന്നായിരുന്നു മാത്യു കുഴൽനാടൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിലൂടെ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് യോഗം വിളിച്ചതിന്റെ മിനിറ്റ്സ് രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല 2004 ഈ CMRL ലഭിച്ചിരുന്ന ലീസ് UDF സർക്കാർ തീരുമാനിച്ചിരുന്നത് തന്നെയാണ് എന്ന് മാത്യു കുഴൽനാടൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനുശേഷം ആ ലീസ് പിന്നീട് അച്യുതാനന്ദൻ സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. അങ്ങനെ തുടരുമ്പോഴാണ് പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരികയും ആ ലീസിന് ജീവൻ നൽകാനായി പിന്നീട് മുഖ്യമന്ത്രി നിരന്തരമായി ഇടപെട്ടു എന്നുള്ളൊരു വലിയ ആരോപണമാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ ഇവരുടെ ഭൂമിക്ക് വേണ്ടി 60 ഏക്കർ ഭൂമിക്ക് വേണ്ടി ഭൂപരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയായിരുന്നു. അത് റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് റവന്യൂ വകുപ്പ് ആയിരുന്നിട്ട് കൂടി മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നേരിട്ടിടപെട്ട ശേഷം മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ച് യോഗം വിളിക്കുകയായിരുന്നു. ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന അപേക്ഷ ജില്ലാ സമിതി ശുപാർശ പ്രകാരം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ 2021 മെയ് 4 ആ അപേക്ഷ നിരസിച്ചതാണ്. പിന്നീട് പുനഃപരിശോധിക്കാൻ നൽകിയ 2 അപേക്ഷയും ആ ഘട്ടത്തിൽ നിരസിച്ചിരുന്നതുമാണ്. എന്നാൽ പിന്നീടാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. 11/1/2022 മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമ ഭേദഗതിക്കുള്ള ഉത്തരവിന് വേണ്ടിയുള്ള കുറിപ്പ് നൽകുകയായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടൊരു യോഗം വിളിക്കുകയായിരുന്നു. ആദ്യം സമിതി പരിശോധിച്ച് തള്ളിയ തൃക്കുന്നപ്പുഴയിലെ ആ 60 ഏക്കർ വ്യവസായത്തിന് യോഗ്യമാണെന്ന് പറഞ്ഞ് പിന്നീട് ഇളവ് ചെയ്യുകയായിരുന്നു. അത് മുഖ്യമന്ത്രി വിളിച്ച ആ യോഗത്തിന് ശേഷമാണ് എന്നുള്ളത് കൂടി പറയുന്നു. അതിന് പിന്നാലെ 15/6/2022 ഈ ഭൂപരിധി ചട്ടത്തിൽ ഇളവിന് ജില്ലാ സമിതി പോലും ശുപാർശ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ജില്ലാ സമിതി തന്നെ തള്ളിയ ആ ഉത്തരവാണ് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് ശേഷം ഭൂപരിധി ചട്ടത്തിൽ ഉൾപ്പെടെ ഇളവ് നൽകിയത്. അത് KREMLന്റെ 60 ഏക്കർ ഭൂമിക്ക് ആനുകൂല്യം നൽകാനുള്ള നടപടികൾ പിന്നീട് തുടർച്ചയായി നടക്കുകയായിരുന്നു. അങ്ങനെ മൂന്നാം തവണയും കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രി വഴിവിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന് എല്ലാ സഹായവും ഒരുക്കിയത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തുന്നതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് വലിയ നിലയിൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട്
മാത്രമല്ല യഥാർത്ഥ പ്രതി വീണാ വിജയനല്ല, പകരം മുഖ്യമന്ത്രിയാണ്. 100 കോടിയിലധികം രൂപ, ഈ 135 കോടി രൂപ വിവിധ ആളുകൾക്കായി ഈ കമ്പനി നൽകി എന്നുള്ളൊരു ആരോപണം, ആ ആരോപണം നിലനിൽക്കെ അതിൽ 100 കോടിയിലധികം രൂപ സിംഹഭാഗവും വാങ്ങിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് മകളോട് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കണം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കേരളം മുഴുവൻ കുറ്റക്കാരി എന്ന നിഴലിൽ നിർത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിർബന്ധപ്രകാരമാണ് മകൾ ഇത് ചെയ്തതെന്ന് സമ്മതിക്കണം. അതാണ് മകളോട് സ്നേഹമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പ്രധാനമായും ഉന്നയിച്ചത്. സലീമ, ഈ വിഷയത്തിൽ ഈ മന്ത്രിമാരെ സംവാദത്തിന് മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുന്നുണ്ട്. പി രാജീവ്, എം പി രാജേഷ് എന്നിവരുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണ്, അതുപോലെ രാജീവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറാണ് എന്നും കൂടി പറയുന്നുണ്ട് മാത്യു കുഴൽനാടൻ. ഒരു പരസ്യ സംവാദത്തിന് മന്ത്രിമാരെ മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ, അല്ലേ? ഉറപ്പായും വിജയകുമാർ, കാരണം ഈ വിഷയത്തിൽ ഇതിന്റെ പരമാവധി രേഖകൾ മാത്യു കുഴൽനാടന്റെ കൈവശമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വലിയ പഠനം നടത്തിയ ശേഷമാണ് മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മാത്യു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെയും CPM-ഓ പാർട്ടിയോ മറ്റ് മന്ത്രിമാരോ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോഴൊക്കെ ഹിറ്റ് ആൻഡ് റൺ എന്ന നിലയിലാണ് മാത്യു കുഴൽനാടന്റെ പ്രവർത്തികൾ എന്ന് നേരത്തെ മന്ത്രിമാർ തന്നെ ആരോപിച്ചിരുന്നു. MP രാജേഷ് ആ നിലയിൽ ഒരു ആരോപണം ഉന്നയിച്ച ശേഷം മാത്യു കുഴൽനാടൻ കടന്നു പോവുകയാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ തന്നെ ഇന്ന് പറഞ്ഞത് താൻ എങ്ങും പോയിട്ടില്ല, താൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഈ വിഷയം MP രാജേഷും അതുപോലെ തന്നെ പി രാജീവും ഉൾപ്പെടെയുള്ളവർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ 1 or 2 മറുപടിയായി തന്നെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പകരം താൻ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും തയ്യാറായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ തയ്യാറായില്ല, പിന്നെ താൻ എങ്ങനെയാണ് ഒളിച്ചോടുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ എങ്കിലും പിന്നെ ഇവർക്ക് വരാം, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള നിലയിൽ ഒരു തുറന്ന സംവാദത്തിന് മന്ത്രിമാരെ ക്ഷണിക്കുക കൂടിയാണ് മാത്യു കുഴൽനാടൻ ചെയ്തത്. വിജയകുമാർ, യെസ്, മന്ത്രിമാരായ പി രാജീവിനെയും MP രാജേഷിനെയും പരസ്യ സംവാദത്തിന് മാത്യു കുഴൽനാടൻ MLA ഈ മാസപ്പടി വിവാദത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അതല്ലെങ്കിൽ പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്നാണ് മാത്യു കുഴൽനാടൻ ഇന്ന് കൂടുതൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും. സിറ്റിംഗ് MPമാരിൽ KPCC പ്രസിഡന്റിനും ഇളവില്ല. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരന് നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തനിക്ക് ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ലെന്ന് K സുധാകരൻ പ്രതികരിച്ചു. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ആർക്കെ, നേരത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞിരുന്നത് 2 പദവികളും കൂടി ഒരുമിച്ച് വയ്യ, ഏതെങ്കിലും ഒന്ന് ഇത് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്, അവരത് അംഗീകരിക്കുമെന്നാണ് കരുതുന്നത് എന്ന് സുധാകരൻ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ അതിൽ എന്താണ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എന്ന നിലയിൽ ഇപ്പോൾ KPCC അധ്യക്ഷനെ അറിയിച്ചിരിക്കുന്നത്? KPCC അധ്യക്ഷനോട് അറിയിച്ചിരിക്കുന്നത് മത്സര രംഗത്ത് നിന്ന് പിന്മാറാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അത് തൽക്കാലം ഉപേക്ഷിക്കണം, മത്സര രംഗത്ത് ഉണ്ടാകണം, കണ്ണൂരിൽ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ആവശ്യമാണ് അറിയിച്ചിരിക്കുന്നത്. സംഘടനാപരമായിട്ടുള്ള തീരുമാനം എന്ന രീതിയിലാണ് ഇതിനെ അറിയിച്ചിരിക്കുന്നത്. മത്സരിക്കാനായിട്ടുള്ള തൻ്റെ വൈമനസ്യം നേരത്തെ തന്നെ K സുധാകരൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ആ വൈമനസ്യം ചെവിക്കൊള്ളുന്നില്ല. പകരം മത്സരിക്കാൻ തന്നെ സുധാകരൻ തയ്യാറാകണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. തനിക്ക് താല്പര്യമില്ലെങ്കിലും ഈ തീരുമാനത്തോട് വഴങ്ങും എന്ന സൂചന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് K സുധാകരൻ നൽകിയെന്നും നമ്മളോട് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ച കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. K സുധാകരനോട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കണ്ണൂരിൽ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിലെ വിജയസാധ്യത തന്നെയാണ്. പകരം സുധാകരന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്ന, സുധാകരൻ തന്നെ നിർദ്ദേശിക്കുന്ന ആളുകൾ അടക്കമുള്ളവരുടെ വിജയസാധ്യതയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ സംശയമുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള സ്ഥാനാർത്ഥിത്വം
നേതൃത്വങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് തന്നെ അവരുടെ വിജയ സാധ്യതയെ ബാധിക്കുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്യും. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ഒപ്പം സംഘടനാപരമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ രംഗത്ത് ഇറങ്ങേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ കൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നു. അതിനർത്ഥം ഏതെങ്കിലും വിധത്തിൽ സംഘടനാപരമായിട്ടുള്ള ചുമതലകളിൽ സംസ്ഥാനത്ത് പുനഃക്രമീകരണം ഉടൻ ഉണ്ടാകും എന്നതല്ല. ഇതിന് സമാനമായിട്ട് മത്സരിക്കാൻ താൻ വേണമെങ്കിൽ വിട്ടുനിൽക്കാം എന്നറിയിച്ച കൊടിക്കുന്നിൽ സുരേഷും മത്സര രംഗത്ത് തന്നെ ഉണ്ടാകേണ്ടി വരും എന്ന സൂചനയും കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ എല്ലാവരും തന്നെ, നിലവിലുള്ള സിറ്റിംഗ് എംപിമാർ എല്ലാവരും തന്നെ മത്സര രംഗത്ത് ഉണ്ടാകണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ, അത് ആലപ്പുഴയുടെ കാര്യത്തിൽ ഉള്ള ഒരു അവ്യക്തത നിലനിന്നിരുന്നു. കണ്ണൂരിന്റെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയായിരിക്കുന്നു. ആലപ്പുഴയുടെ കാര്യത്തിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 അഭിപ്രായങ്ങളുണ്ട്. KC അടക്കമുള്ള ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് അദ്ദേഹം അവിടെ മത്സരിക്കുന്നതിനോട് താല്പര്യം ഇല്ല. എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ തന്നെ മറ്റൊരു വിഭാഗം KC കൂടി അവിടെ മത്സരിക്കുന്നത് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും, ആലപ്പുഴ കൂടി പിടിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് സാഹചര്യത്തെ വഴിമാറ്റും എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. KPCC അധ്യക്ഷനും മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരാഗ്നി യാത്രയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ കെ സുധാകരനും VD സതീശനും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി. വിവാദം സംബന്ധിച്ച ചോദ്യങ്ങളോട് കെ സുധാകരൻ പ്രതികരിക്കാതിരുന്നപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്തിനു ചോദിക്കുന്നു, ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം VD സതീശനെതിരായ കെ സുധാകരന്റെ അസഭ്യ പരാമർശത്തിൽ പരിഹാസവുമായി കെ മുരളീധരനും രംഗത്തെത്തി. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യം? ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ അറിയിക്കുമല്ലോ. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. ഫുൾ സെൻറ്റൻസാണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്, അതല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും പാർട്ടിയിലൊരു വഴക്കിൻ്റെ ഭാഗമല്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ തീരുമാനിച്ചിരുന്നു, ഒരു ഘട്ടത്തിൽ അത് ഒഴിവാക്കുന്നു. എന്താണ് അതിലെ ആശയക്കുഴപ്പം? വാർത്താ സമ്മേളനം നടത്താൻ ഇരുവരും ഒരുമിച്ചെത്തിയേക്കുമോ ഉച്ചതിരിഞ്ഞാണെങ്കിലും? ഈ ഒരു ഘട്ടത്തിൽ കാണുന്നില്ല വിജയകുമാർ. കാരണം ഇന്നലെ പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അറിയിച്ചത് രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനം, അതിനുശേഷം 11 മണിയോടുകൂടി ജനകീയ ചർച്ചാ സദസ്സ് ആരംഭിക്കുമെന്നായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ 6:30 മണിയോടുകൂടി മറ്റൊരു അറിയിപ്പ് വരുന്നത്. വാർത്താ സമ്മേളനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഒരു ഘട്ടത്തിൽ KPC പ്രസിഡന്റ് പത്തനംതിട്ടയിലും പ്രതിപക്ഷ നേതാവ് ഉള്ളത് ആലുവയിലുമാണ് എന്നൊരു വിശദീകരണമായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയത്. പക്ഷേ അതിനുശേഷം ഈ വാർത്ത മാധ്യമങ്ങൾ നൽകിയതോടുകൂടി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ പറഞ്ഞത് ചില അനാരോഗ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എത്താനാകില്ല എന്ന് DCC നേതൃത്വം അറിയിച്ചിരുന്നു എന്നാണ്. പക്ഷേ അതും പിന്നീട് കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും അമളി പിണയുകയായിരുന്നു. അങ്ങനെ അത്തരത്തിൽ യാതൊരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകർ കെ സുധാകരനോട് ഈ വിഷയത്തെ കുറിച്ച് ഒരു പ്രതികരണം ആരായാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു പ്രതികരണം നടത്താതെ ആ ഹോട്ടലിൽ നിന്ന്, താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മറ്റു പരിപാടി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇരുവരും ഒരുമിച്ച് ഈ പരിപാടിയുടെ ചർച്ചാവേദിയുടെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്താണ് മാധ്യമപ്രവർത്തകർ വീണ്ടും ഇദ്ദേഹത്തോട്, പ്രതിപക്ഷ നേതാവിനോട് വാർത്താ സമ്മേളനം ഉണ്ടാകുമോ, വിവാദങ്ങൾ തീരുമോ എന്ന ചോദ്യം വീണ്ടും ആവർത്തിച്ചത്. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിനുശേഷം ഇരുവരും ഒരുമിച്ചാണ് ലിഫ്റ്റിലടക്കം കയറി മുകളിലെ ജനകീയ ചർച്ചാ സദസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ജനകീയ ചർച്ചാ സദസ്സ് തുടരുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതായത് പത്തനംതിട്ട DCC പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ പോലും അതേക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാനാകില്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്കും ഈ വിവാദത്തിൽ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ ധരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 4:30 മണിക്ക് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊട്ടാരക്കരയാണ് ആദ്യ സ്വീകരണം സമരാഗ്നിയോട് നടക്കുക. എന്തായാലും ഇപ്പോഴും ജനകീയ ചർച്ചാ സദസ്സ് പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ പ്രചാരണ ജാഥ ഒരു തരത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയ പ്രതിരോധ ജാഥയായി മാറുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ സമരാഗ്നി ജാഥയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വിജയകുമാർ.
വിവരങ്ങൾ നൽകിയത്. സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ കാര്യത്തിൽ സർവത്ര ആശയക്കുഴപ്പമാണ് ഇപ്പോഴും. ഇരു നേതാക്കളും ഒരുമിച്ച് വേദിയിലുണ്ടെങ്കിലും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുമോ എന്നറിയില്ല. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നു. DCC അത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്ന് പിന്മാറി എന്ന വിവരവും DCC തന്നെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം തുടരും. 11 പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയിൽ പ്രതികൾ അപേക്ഷ നൽകി. മാനസികാരോഗ്യനില പരിശോധിച്ച റിപ്പോർട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. S. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, ഇതിൽ ഒരു വിധി പറയുന്ന ഘട്ടത്തിലേക്ക് നടപടിക്രമങ്ങൾ എത്തിയിട്ടുണ്ടോ? നാളെ വാദം തുടരുകയാണോ അതോ കോടതി ഒരു ഉത്തരവ് പറയുമോ? ഇന്ന് ഈ അവസാനിപ്പിച്ച ഘട്ടം ആ ഒരു ഇത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്, വിധി പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഈ പ്രതികൾ ഓരോരുത്തരും ഇന്ന് തങ്ങളുടെ ഭാഗം എന്താണ് പറയാനുള്ളത് എന്ന് കോടതി അറിയിച്ചിട്ടേ ഉള്ളൂ. ഇനി അതിന്മേൽ കോടതിക്ക് ഉത്തരവിടാൻ എന്ത് ശിക്ഷ നൽകണം ഇവർക്ക് എന്ന് ഉത്തരവിടാനുള്ള ഒരു സാഹചര്യം വേണം. ശേഷം ഇവരുടെ അഭിഭാഷകർക്ക് ഈ വിഷയത്തിൽ കോടതി മുൻപാകെ കുറഞ്ഞ ശിക്ഷ വിധിക്കണം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയും കൂടിയ ശിക്ഷ നൽകണം എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ശിക്ഷയിന്മേൽ ഒരു വാദം അതുകൂടി നടക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കി നാളെ തന്നെ വിധി പറയുക എന്നുള്ളത് സാങ്കേതികമായി നടക്കാൻ സാധ്യത തീരെ കുറവാണ്. പക്ഷെ നടന്നുകൂടാ എന്നുമില്ല. ഇന്നിപ്പോൾ കോടതി മുൻപാകെ നടന്ന കാര്യങ്ങൾ ഈ പ്രതികൾ തങ്ങളുടെ ഭാഗം വിശദീകരിക്കുക എന്നുള്ളതാണ്. നിരപരാധികളാണ് എന്ന് പ്രധാനമായും പ്രതികൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെയായിരുന്നു MC മനോജിന്റെയും അതോടൊപ്പം തന്നെ ശരി ശ്രീകാന്ത്, എന്തായാലും മുഴുവൻ പ്രതികളും അവരുടെ കുടുംബ പശ്ചാത്തലവും മാതാപിതാക്കൾ ഉണ്ട്, അവരെ നോക്കേണ്ടതുണ്ട്, കുടുംബമുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇളവ് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ശിക്ഷ കൂട്ടണമെന്നതാണ് ഹർജിയിലെ ആവശ്യം. അതിന്മേൽ കോടതി ഒരുപക്ഷേ നാളെ വിധി പറഞ്ഞേക്കും. നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. അത് പൂർത്തിയാക്കിയാൽ ഒരുപക്ഷേ നാളെ കോടതി വിധി പറയും, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുമെന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.